ക്രിസ്തുവിനോട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹം നിലത്തെ അറിയിക്കുന്നു. ചെറിയ മെസ്സേജ് നിങ്ങളുമായി പങ്കുവെച്ച് വേഗത്തിൽ തന്നെ ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് ആദരമായിട്ടൊരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യം. വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതെ, നമ്മോട് വായിച്ചു കിട്ടു. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. താഴ്മയെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളതിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് യേശു ഒരു ഉപമ പറഞ്ഞു. രണ്ട് മനുഷ്യരെ പ്രാർത്ഥിക്കുവാനായിട്ട് പള്ളിയിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. അപ്പം പരീശൻ എന്തിനാണ് പോയതെന്ന് ആ തിരിച്ചറിവ് ആൾക്കില്ല. കാരണം തുടക്കത്തിൽ തന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആള് പ്രാർത്ഥന ആരംഭിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങളെ ഏറ്റുപറയണം എന്നതിന് പകരം അവിടെ കുറച്ച് കാറ്റഗറിയിലുള്ള മനുഷ്യരെ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ, അങ്ങനെ കുറച്ച് മനുഷ്യരെ കുറ്റം പറഞ്ഞു. മാത്രമല്ല തൊട്ടടുത്ത് നിൽക്കുന്ന ആളെയും കുറ്റം പറഞ്ഞിട്ടാണ് പരീശൻ തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതിനുശേഷം പരീശൻ തന്നെത്താൻ ഉയർത്തി താൻ ഉപവസിക്കുന്നു, പതാരം കൊടുക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ പാപത്തെ മറച്ചു വെച്ചുകൊണ്ട് താൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറഞ്ഞ് തന്നെത്താൻ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രകാരം പറയുന്നു, താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്നൊരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. താൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് പരീശൻ പറയാണ്, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്നു. എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരനാവട്ടെ താനും ഉപവസിക്കുന്നുണ്ടാവാം, പതാരം കൊടുക്കുന്നുണ്ടാവാം. എന്നാൽ താൻ എവിടെയാണ് വന്നിരിക്കുന്നതെന്നും എന്തിനാണ് വന്നിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ താൻ പ്രാർത്ഥിക്കുകയാണ്. തനിക്ക് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും കഴിയാതെ താൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അപ്പോൾ അവിടെ ആരാണ് നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത്? ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായ വീട്ടിലേക്ക് മടങ്ങി. തന്നെത്താൻ താഴ്ത്തി തൻ്റെ ഹൃദയത്തിൽ തന്നെ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. അപ്പം നമുക്കുള്ള വിദ്യാഭ്യാസം, ജോലി, അല്ലെങ്കിൽ നമുക്കുള്ള പദവി, അതുകൊണ്ടൊക്കെ നമുക്ക് ഈ ലോകത്തിൽ മനുഷ്യരുടെ മുന്നിൽ ഉയർച്ച നേടിയേക്കാം. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ താഴ്മയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ ഉയർച്ച നേടുവാനായിട്ട് കഴിയൂ. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്ര. അപ്പം മനുഷ്യരാൽ ഉന്നതമായത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ താഴ്മയാണ് നോക്കുന്നത്. നമുക്ക് താഴ്മയുടെ ഗുണങ്ങൾ നമുക്ക് ബൈബിളിൽ നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. ഒത്തിരി ഗുണങ്ങളുണ്ട്. അല്ല, എന്നെ സ്പർശിച്ച ചില കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യാക്കോബ് 4-6 വാക്യം വായിക്കാം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതെ, അപ്പൊ താഴ്മയുള്ളവർക്ക് ലഭിക്കുന്ന ഒരു കൃപയാണ് താഴ്മയുള്ളവന് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നു. താഴ്മയുള്ള ഹൃദയം ദൈവത്തിന് പ്രിയമാണ്. നമുക്കറിയാം, നമ്മുടെ നിഗളമുള്ള ഹൃദയമാണെങ്കിൽ അത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റും. നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കും. നമുക്ക് ദാവീദിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദാവീദ് രാജാവായിരിക്കുന്ന സമയത്ത് ദാവീദ് താൻ യഹോവയോട് പാപം ചെയ്തു, തന്നോട് തന്നെ പാപം ചെയ്തു. തൻ്റെ ഭൃത്യനായിരുന്ന ഹിത്തിനായ ഊരിയാവിനെ താൻ ചതച്ച് കൊല ചെയ്തു. അതുപോലെ തന്നെ ഊരിയാവിൻ്റെ ഭാര്യയായ ബത്ശേബയെ തനിക്ക് ഭാര്യയായിട്ട് എടുത്തു. അപ്പം അത് നാഥാൻ പ്രവാചകൻ ഒരു സ്റ്റോറിയിലൂടെ ദാവീദിനെ അറിയിച്ചപ്പം, ഒരു രാജാവാണ്, ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, വേണമെങ്കിൽ ദാവീദിന് അത് എതിർക്കായിരുന്നു, അല്ലെങ്കിൽ ദാവീദിന് അതൊരു നിസ്സാരമായിട്ട് തള്ളായിരുന്നു. എന്നാൽ ദാവീദ് താൻ ചെയ്ത പാപത്തെ താൻ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു നിലവിളി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് അത് നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ ദാവീദ് എപ്രകാരമാണ് പറഞ്ഞത് എന്ന് നമുക്ക് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 ശമൂവേൽ 12:13 എന്ന് വായിക്കാമോ? ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതെ,
അപ്പോൾ അവിടെ ദാവീദ് യഹോവയോട് പാപം ചെയ്തു. അത് ദാവീദ് തന്നെ തൻ്റെ ഹൃദയത്തിൽ താഴ്ത്തിക്കൊണ്ട് പിന്നീട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം. അവിടെ ദാവീദ് താൻ ചെയ്ത പാപത്തെ താൻ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തിയതുകൊണ്ട് തന്നെ ദാവീദിന് അവിടെ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു നമുക്ക് കാണാം. അവിടെ 51-ാം സങ്കീർത്തനത്തിൽ നമുക്ക് നോക്കുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും ഒത്തിരി കാര്യങ്ങൾ. ദാവീദ് അവിടെ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു. പിന്നീട് പ്രാർത്ഥിക്കണ, ദൈവമേ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അങ്ങനെ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം താൻ ചെയ്ത പാപത്തെ തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ താഴ്ത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കിയപ്പോൾ ദാവീദിന് അവിടെ ശിക്ഷ ലഭിച്ചുവെങ്കിലും ദാവീദിനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. പിന്നീട് ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ ഏത് അവസ്ഥയിലൂടെ പോവുകയാണെങ്കിലും നമ്മുടെ ഹൃദയത്തെ നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ സദൃശ്യവാക്യം 11:2 വായിക്കാം. അതെ, അപ്പം താഴ്മയുള്ളവർക്ക് ലഭിക്കുന്നതാണ് ജ്ഞാനം. അഹങ്കാരമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ ഒരിക്കലും താഴുവാനായിട്ട് ഇടയാവില്ല. ഞാനെന്ന ഭാവം, ഉന്നത ഭാവം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് ആ വ്യക്തി മടിക്കും. എന്നാൽ താഴ്മയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കും, മറ്റുള്ളവർ കറക്റ്റ് ചെയ്യുകയാണെങ്കിലും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് കാണിക്കും. അപ്പോൾ താഴ്മയുള്ളവരാണെങ്കിൽ അവർക്ക് ജ്ഞാനം ലഭിക്കുന്നു പറയുന്നു. സദൃശവാക്യം 22:4 ഇപ്രകാരം പറയുന്നു, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. അപ്പോൾ താഴ്മയുള്ളൊരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. താഴ്മയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മനസ്സമാധാനം, മനുഷ്യരുടെ ബഹുമാനം, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിവ ഉണ്ടാകും. യോസഫിനെ കുറിച്ച് നമുക്കറിയാം. യോസഫ് തൻ്റെ സഹോദരന്മാരിൽ പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ് യോസഫ്. പിന്നീട് യോസഫിനെ ദൈവം മിസ്രൈമിലെ തന്നെ ഏറ്റവും ഒരു വലിയ അധിപതിയാക്കി. തൻ്റെ സഹോദരന്മാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പിന്നീട് യോസഫിൻ്റെ അടുക്കൽ വന്നപ്പോൾ തൻ്റെ സ്ഥാനവും തൻ്റെ അധികാരം വെച്ച് യോസഫിന് ഒരു പ്രതികാരമൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ താൻ ആ പദ്ധതിയെ, ദൈവിക പദ്ധതിയെ യോസഫിനോട് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. തൻ്റെ ഹൃദയത്തിൽ താഴ്മയുള്ളതുകൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞത്. ഉൽപ്പത്തി 45:5 വാക്യം നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഉൽപ്പത്തി 45:5. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. അതെ, അപ്പോൾ അവിടെ യോസഫ് മനസ്സിലാക്കി തൻ്റെ സഹോദരന്മാർ തന്നെ വിറ്റത് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാമായിരുന്നു. തനിക്ക് അതിലുള്ള അധികാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ സഹോദരന്മാർ തൻ്റെ മുമ്പിലേക്ക് വന്നത്. എങ്കിലും യോസഫ് ദൈവത്തിൻ്റെ പദ്ധതിയെ തൻ്റെ ഹൃദയത്തിൽ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയെ അവിടെ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് യോസഫിനെ അവിടെ ദൈവം അനുഗ്രഹിച്ച് മാനിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ താഴ്മയുടെ ഒരു ഗുണം, അപ്പം താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കുന്നു, താഴ്മയുള്ളവർക്ക് ജ്ഞാനം ലഭിക്കുന്നു. അടുത്തായിട്ട് താഴ്മയുടെ ഒരു ഗുണമാണ് താഴ്മയുണ്ടെങ്കിൽ നമുക്ക് ഐക്യം വർദ്ധിക്കുന്നു. ഫിലിപ്പിയർ 2:3 ഇങ്ങനെ പറയുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. താഴ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ നമ്മൾക്കാൾ ശ്രേഷ്ഠനെ എണ്ണുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അഹങ്കാരം, ഒരു നിഗളം, ഉന്നത ഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ ഉയർന്നു നിൽക്കണം എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഇരിക്കൂ. അപ്പം ഓരോരുത്തരെ മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠനെ എണ്ണുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നമ്മുടെ കൂട്ടായ്മയിലാവട്ടെ എവിടെയാവട്ടെ ഒരു ഐക്യം നമുക്ക് നിലനിർത്തുവാനായിട്ട് കഴിയും. നമ്മൾ ദാവീദിൻ്റെ എക്സാമ്പിൾ കണ്ടു, യോസഫിൻ്റെ എക്സാമ്പിൾ കണ്ടു. അതിലെല്ലാം ഉപരിയായി നമുക്ക് മാതൃകയാക്കാവുന്ന എക്സാമ്പിളാണ് യേശുക്രിസ്തു. ഫിലിപ്പിയർ 2:6 ഇങ്ങനെ പറയുന്നു, വായിക്കാമോ? ഫിലിപ്പിയർ 2:6. ദൈവത്തോടുള്ള സമത്വം വിചാരിക്കാതെ ദാസ്യരൂപപ്പെടുന്ന മനുഷ്യ സാധിച്ചതായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലും മരണത്തോളം തന്നെ അച്ഛനുള്ളതായി. അതെ, നമുക്ക് ഏറ്റവും മാതൃകയാക്കാവുന്ന വ്യക്തിയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ലോകത്തിന്റെ തന്നെ മഹാപ്രഭുവായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ യജമാന രൂപത്തിലല്ല വന്നത്, ദാസരൂപത്തിൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി
തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവനെ ഉയർത്തി, നല്ല ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല ജാതികൾക്കും മേലായിട്ടുള്ള നാമം നൽകി. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ പ്രകാരം പറയുകയുണ്ടായി, ഗുരുവായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ കാൽ കഴുകുന്നത് പോലെ നിങ്ങളും തമ്മിൽ കാൽ കഴുകുന്നു. അവിടെയെല്ലാം ക്രിസ്തുവിന്റെ ആ ഒരു താഴ്മയുള്ള ഒരു സ്വഭാവം നമുക്ക് മാതൃകയാക്കാനായിട്ട് കഴിയും. അപ്പം താഴ്മയുടെ ഗുണങ്ങൾ നമ്മൾ കണ്ടു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ താഴ്മ ധരിക്കുവാനായിട്ട് ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ താഴ്മ ധരിക്കുവാനായിട്ട് നമുക്ക് കഴിയും. 1 കൊരിന്ത്യർ 15:3 ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവന്റെ അടിപ്പിണരാൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന തിരിച്ചറിവ്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അവയവമാണെന്ന തിരിച്ചറിവ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണെന്ന തിരിച്ചറിവ്, അതിനേക്കാളും ഉപരിയായി സ്വന്തം പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമുക്ക് ലഭിച്ചു. നമുക്ക് അർഹതയില്ലാത്ത ഒരു ദാനം അവകാശം ലഭിച്ചു എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രതിഫലിപ്പിക്കുവാനും മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ താഴ്മ ധരിക്കുവാനായിട്ട് സാധിക്കും. അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇവ ഞങ്ങളെ ദൈവം സഹായിക്കുന്നതാകട്ടെ.